أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എല്ലാവരും മൈക്ക് ഓൺ ചെയ്തിട്ട് സലാം അടക്കുക. السلام عليكم. السلام ورحمة الله وبركاته. وعليكم السلام. وعليكم السلام. وعليكم السلام. وعليكم السلام. സലാം അടക്കുക എന്നാ പറഞ്ഞത്. സലാം അടക്കല് സലാം പറയലല്ല. സലാം അടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സലാം അങ്ങോട്ട് പറഞ്ഞില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സലാം അടക്കുക വേണ്ടത്. ഇങ്ങോട്ടും സലാം പറഞ്ഞാരോ മൈക്ക് ഓൺ ആക്കിയിട്ട് അല്ലേ? ഓക്കെ. മൈക്ക് എപ്പോഴും ഓൺ ആക്കാൻ പറ്റില്ല. ഞാൻ ചില സമയത്ത് മൈക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ പറയും കേട്ടോ. ഓൺ ചെയ്തതിന് വേഗം ഓഫ് ചെയ്യണം. നിങ്ങളെ വീട്ടിലെ സൗണ്ട് ഒന്നും ഇങ്ങോട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുമ്മ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തിനാണ് അള്ളാഹിനോട് അൽഹംദുലില്ലാ പറയുന്നത്? ഒരു റമദാൻ കൂടി നമുക്ക് അള്ളാഹു തന്നു. ഒരു റമദാൻ കൂടി. അടുത്ത റമദാനിൽ ലൈവായിട്ട് ഉണ്ടാവുന്ന ഉറപ്പുള്ള ഒരു കൈപൊക്കെ. അടുത്ത റമദാനിൽ ഞാൻ ജീവിക്കും, ഞാൻ എന്തായാലും ദുനിയാവിൽ ഉണ്ടാവും എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ലൈഫിന്റെ കാര്യം ആരെ എപ്പോഴാ പോവാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ റമദാനിൽ എന്തായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് കഴിയുന്നവരെ നമുക്കൊക്കെ ആയുസ് നീട്ടിത്തരട്ടെ എന്ന് ദുആ ചെയ്യാം, ഖൈറാണെങ്കിൽ അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇന്ന് നോമ്പെടുത്തവരൊക്കെ കൈപൊക്ക്. നോമ്പെടുത്തവര് അറഫ നോമ്പ് പറ്റാ? അറഫ? ഓ. ആൻഡ് മുസ്തഫ? മുസ്തഫ നോമ്പെടുത്തു. റമദാൻ നോമ്പെടുത്തു. ജൗഹർ ജിയ നോമ്പെടുത്തു. കേരളത്തിൽ ജാന് നോമ്പെടുത്തു. കേരളത്തിൽ നോമ്പെടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. റസാൻ എവിടെയാടാ? നീ എവിടെയാ? വീട് എവിടെയാ? എവിടെയാ? വളാഞ്ചേരി. അത് മലപ്പുറത്തല്ലേ? വളാഞ്ചേരി മലപ്പുറത്തല്ലേ? ഓക്കെ. അപ്പം കേരളത്തിലുള്ളവർ നോമ്പെടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പോ ഇവിടെയുള്ള കുട്ടികൾ യു കെയിലുള്ളവർ. ഇപ്പൊ അറഫ, പിന്നെ റമദാൻ, പിന്നെ മുസ്തഫരൊക്കെ യു കെയിലുള്ള കുട്ടികളാണ്. ജൗഹർ, പിന്നെ ഇവരൊക്കെ യു എയിലുള്ളവര്. പിന്നെ എല്ലാ GCC കൺട്രീസിലും എന്തായിരുന്നു? ഓൾമോസ്റ്റ് എല്ലായിടത്തും നോമ്പുണ്ട്. ഒമാനിലുണ്ട്, യു കെയിലുണ്ട് അല്ലെ? കേരളത്തിൽ മാത്രം പിന്നെ ആയിട്ടില്ല അല്ലെ? ആയി അല്ലെ? നോമ്പ് തുടങ്ങിയ രാത്രിയാണോ രാവിലെയാണോ? ക്വസ്റ്റ്യൻ. ആൻസർ അറിയുന്നവർ കൈ ഇങ്ങനെ കാണിക്കും. നോമ്പ് തുടങ്ങുന്നത് മഗ്‌രിബിനാണോ സുബഹിക്കാണോ? നിങ്ങൾക്ക് രണ്ട് കൈയില്ലേ? രണ്ട് കൈയും പൊക്കാനല്ല. മഗ്‌രിബിനാണ് തുടങ്ങുന്നതുള്ളവർ വലത്തെ കൈ പൊക്കുക, റൈറ്റ് ഹാൻഡ് പൊക്കുക. മഗ്‌രിബിനാണ് റമദാൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളവര് റൈറ്റ് ഹാൻഡ്. സുബൈക്ക എന്നുള്ളവർ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ കൈപോകും. സുബൈക്ക് ഉള്ളവര് എല്ലാവരും റൈറ്റാ? ഓക്കെ. ഹാൻഡ്സ് ഡൗൺ. സുബൈക്കാണ് നോമ്പ് തുടങ്ങാന്നുള്ളവരൊക്കെ ഇങ്ങനെ കൈപോക്ക്. നോമ്പ് ഫാസ്റ്റിംഗ് തുടങ്ങിയല്ല കേട്ടോ, റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി. ഈ മന്ത്, ഹോളി മന്ത് റമദാൻ എന്ന് പറയുന്ന മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. സുബൈക്ക എന്നുള്ളവര് കൈപോക്ക്. സുബൈക്കാണെന്നുള്ളവര്. മിസ്സബെ സുബൈക്കാണോ? എന്താ ഉറപ്പ് പറയേ? ആണോ അല്ലേ? അപ്പൊ പിന്നെ നീ എന്താ കൈപൊക്കുന്നത്? സുബൈക്കാണ് എന്നുള്ളവർ കൈപൊക്കാനാ പറഞ്ഞത്. സുബഹിക്കാണ് നോമ്പ് തുടങ്ങാന്നുള്ളവര് ആണ് കൈപൊക്കേണ്ടത്. ഹിബ സുബൈക്കാണോ? അപ്പോ ഇതിപ്പോ സുബയ്യ.
ഇനി മാരിബിനാ തുടങ്ങുന്നവര് എന്നുള്ളവര്, മാരിബിനാണ് റമദാൻ തുടങ്ങുന്നത്, മാരിബിനാണ് എന്ന ഒപ്പീനിയൻ ഉള്ളവര് കൈപൊക്കുക. റേസ് യുവർ ഹാൻഡ്. മാരിബിനാണ് തുടങ്ങുന്നത് എന്നുള്ളവര്. സൂം റൈസ് ചെയ്യണ്ട കേട്ടാ, സൂം റൈസ് ചെയ്യണ്ട, അത് കൺഫ്യൂഷൻ ആവും. സൂം റൈസ് ചെയ്തവരൊക്കെ ഡൗൺ ചെയ്തേക്കും. കൈ കൊണ്ട് മാത്രം ഇങ്ങനെ പൊക്കിയാൽ മതി കേട്ടാ. അമ്മനെ ഒക്കെ വീഡിയോ ഓൺ ആക്കി. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന കുട്ടികളൊക്കെ വീഡിയോ ഓൺ ചെയ്യും. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. ലൈവിൽ പാരൻസും കാണുന്നുണ്ട്, നിങ്ങളിത് അറ്റൻഡ് ചെയ്യുന്ന പാരൻസും കാണുന്നുണ്ട്. പിന്നെ ഇത് റെക്കോർഡഡ് ആണ്, സ്പെഷ്യലായിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണമെന്ന് മാത്രമല്ല, നിങ്ങൾ ഓൺ ചെയ്ത് ഫോൺ ഉപയോഗിക്കുന്നവർ ലാൻഡ്സ്കേപ്പിൽ, അതായത് ഫോൺ ഇങ്ങനെ പിടിക്കുന്നവർ തിരിച്ചിട്ട് ഇങ്ങനെ വെക്കണം. ഓക്കെ. അപ്പം റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രിയാണ്, അഥവാ മഗ്‌രിബിന് ശേഷമാണ്. അതായത് പിന്നെ ഇന്നലെ മഗ്‌രിബിന് എവിടെ, UAE-യിലും പിന്നെ ഖത്തറിലും സൗദിയിലും അങ്ങോട്ടെല്ലാം, ഒമാനിലടക്കം UK-യിലും എല്ലായിടത്തും മഗ്‌രിബിന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഓക്കെ. റമദാൻ സണ്ണിനെ കണ്ടിട്ടല്ലല്ലോ തുടങ്ങുന്നത്, അത്ര ആലോചിച്ചാൽ മതി. സൂര്യനെ നോക്കിയിട്ടാണ് റമദാൻ തുടങ്ങുന്നതെങ്കിൽ പെട്ടെന്ന് റമദാൻ ആവില്ല. ലോകത്ത് എല്ലായിടത്തും ഒറ്റയടിക്ക് പെട്ടെന്ന് റമദാൻ ആവും അല്ലെ. കാരണം സൂര്യനെ പെട്ടെന്ന് എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷെ ചന്ദ്രൻ അഥവാ മൂൺ നോക്കിയിട്ടാണ് റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇന്നലെ ഇവിടെ ആവാതിരുന്നത് അല്ലെ, ഇവിടെ കണ്ടില്ല എന്നല്ലേ നമ്മുടെ പ്രശ്നം ഉണ്ടായത് അല്ലെ. അപ്പോ റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? മൂണിനെ കണ്ടിട്ടാണ്, അതായത് ചന്ദ്രനെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് റമദാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ. കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ കോമൺ ആയിട്ടുള്ള ആൻസർ അല്ല, നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൻസർ ആണ് വേണ്ടത്. ഓക്കെ. ആൻസർ എല്ലാവരും കൂടെ പറയാൻ നിൽക്കണ്ട, കൈ ആംഗ്യത്തിലൂടെ ആൻസർ പറയാം. അങ്ങനെയാണ്. കഴിഞ്ഞ വർഷം റമദാൻ 30 നോമ്പ് മുഴുവൻ നോമ്പ് നോറ്റവര് ഇങ്ങനെ കൈ കാണിക്കും. കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് എടുത്തവര്: ജൗഹർ ജിയ, റസാൻ, മിസബ്, അമൻ, റിസ്വാൻ, കുറച്ച് പേരേ ഉള്ളൂ അല്ലേ. കഴിഞ്ഞില്ല. ഞാൻ പേര് വിളിച്ചൊരു കൈതാത്ത്. റാസി, പേര് വിളിച്ചൊരു കൈതാത്ത്. ഫസ്ലുർ റഹ്മാൻ. കഴിഞ്ഞ് ഇത്രയല്ലേ ഉള്ളൂ, ഇത്ര പേരല്ലേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ 30 നോറ്റവര്? ഒരാളതാ പേരിട്ട് വന്നിരിക്കുന്നു, സൂം യൂസർ. അപ്പൊ ഞാൻ പറയാം സൂം യൂസർ അല്ലേ. പേര് നിന്റെ പേരിടണ്ടേ, അപ്പോഴല്ലേ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ സൂം യൂസർ എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ 30 നോമ്പ് നോറ്റിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഈ വർഷം ഇൻഷാ അല്ലാഹ് കംപ്ലീറ്റ് നോമ്പും നോൽക്കും എന്നുള്ളവര് കഴിയും. ഇൻഷാ അല്ലാഹ് നിയ്യത്തുള്ളവര്, നോൽക്കണം എന്ന് വിചാരിക്കുന്നവര്. ഓക്കെ, മാഷാ അല്ലാഹ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലെ. ഇൻഷാ അല്ലാഹ് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നലെ തറാവി നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈപൊക്ക്. ഇന്നലെ തറാവി നിസ്കരിച്ചോ ജൗഹർ? അപ്പൊ ഇന്നും തറാവി ഇല്ലേ? ഇന്നലെ തറാവി നിസ്കരിച്ചപ്പോ പിന്നെ എവിടുന്നാ തുടങ്ങിയത്? ബക്കറന്നാണോ സ്റ്റാർട്ട് ചെയ്ത്? ബക്കറിന്റെ പകുതിന്ന് തുടങ്ങിയത്. പകുതിന്ന് തുടങ്ങി ഫസ്റ്റ് ഹാഫ് അവിടെ ബാക്കി വെച്ചാ? അതെനിക്കറിയാം, പകുതിന്ന് തുടങ്ങിയത്. ഓക്കെ, ശരി. ഓക്കെ. അപ്പം ഇന്നലെ തറാവി നിസ്കരിച്ചവര്, അവിടെ നോമ്പുള്ളവര് എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി എന്തിനാണ് നോമ്പ്? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയുന്നവർ കൈപൊക്കുക. വൈ? എന്തിനാണ് നോമ്പ്? നൈല പർവീൻ. നൈല പർവീൻ, എന്തിനാണ്? അങ്ങനല്ല, നിങ്ങൾക്ക് ആൻസർ അറിയെങ്കിലാണ് കൈപൊക്കേണ്ടത്. ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വായ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പിന്നെ എന്തിനാണ്, അങ്ങനെയല്ല. വായ് റമദാൻ, റമദാൻ ആൻസറിങ് വായ് റമദാൻ. لعلكم تتقون so that you may fear. മാഷാഅല്ലാഹ്. ലഅല്ലക്കും കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും. അത് നമുക്ക് മുമ്പുള്ള പിന്നെ സമൂഹങ്ങൾക്കൊക്കെ മൂസാ നബിയുടെ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലെ, നമ്മുടെ കലിമ അതല്ലേ. പക്ഷെ മൂസാ നബിയുടെ ഫോളോവേഴ്സ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കുറച്ച് ബുദ്ധിയുള്ളവർക്ക് പറയാൻ പറ്റും. കുറച്ച് എന്ന് വെച്ചാൽ ആർക്കും ബുദ്ധി ഇല്ല എന്നല്ല, കുറച്ച് ബുദ്ധി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണെങ്കിൽ മഹ്ഫൂസെ മൂസാ അലൈഹിസ്സലാമിന്റെ അനുയായികൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക?
ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്. അങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ അനുയായികൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ അനുയായികള് ആരാ പറയാ? ഇതൊക്കെ ലോജിക് ഉപയോഗിച്ചാൽ പോരെ, ആൻസറിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആൻസർ ആണ്. അയാന് പറയാൻ പറ്റുമോ? അയാന് പറ്റുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം റസൂൽ. ആ ചിരിയല്ല, സത്യമാണ്, അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ എല്ലാ നബിമാരുടെ കാലഘട്ടത്തിലും നിസ്കാരം ഉണ്ടായിരുന്നു. ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. നിസ്കാരം എല്ലാ കാലത്തും ഉണ്ട്. അതുപോലെ നോമ്പും ഉണ്ട്, സക്കാത്തും ഉണ്ട്. ഇതൊക്കെ ബേസിക് ആയ കാര്യങ്ങളാണ്, എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ നബിമാരുടെ കാലത്തും ഉണ്ട്. ഓക്കെ, അപ്പൊ നോമ്പ് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, എന്തുണ്ടാവാനാണ്? തഖ്വ ഉണ്ടാവാനാണ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് തഖ്വ? തഖ്വ എന്താന്ന് അറിയുന്ന ഒരു കൈബുക്ക്? ഫസ്ലുർ റഹ്മാൻ അറിയാം? പറഞ്ഞേ. ഈ നല്ല സ്വഭാവം അല്ല, നിസ്കാരവും നോമ്പും ദിവസം നോക്കുന്നത്. ദിവസം നോമ്പ് വിൽക്കണോ? അല്ല, ദിവസമല്ല, എല്ലാ റമദാനിനും എല്ലാ നോമ്പും എല്ലാ സമയവും കൃത്യമായി നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നതാണ് തഖ്വ. ആ നിസ്കരിക്കുന്ന ആള് ഉമ്മാനി ഉപ്പാനെ അടിച്ച് കൊന്നു. ഇപ്പൊ കൊല്ലുന്ന കാലമല്ലേ കേരളത്തില്, അല്ലെ? കേരളത്തിലെ മർഡർ ഒക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? ന്യൂസിൽ കാണുന്നില്ലേ? ആരെ കൊല്ലുന്നു? സ്വന്തം കൂടപ്പിറപ്പിനെ, അല്ലെ? കസിൻ ബ്രദേഴ്സിനെ, സിസ്റ്റേഴ്സിനെ, അല്ലെങ്കിൽ പാരന്റ്സിനെ ഒക്കെ കൊല്ലുന്ന കാലം, അല്ലെ? കൊല്ലലാണ്. സിനിമയിലും കൊല്ലൽ, നാട്ടിലും കൊല്ലൽ, എല്ലായിടത്തും കൊല വർദ്ധിക്കുന്ന കാലം. ഫ്രണ്ട്സ് അടിക്കുക, അല്ലെ? ക്ലാസ് റൂമിലിട്ട് അടിക്കുക, പുറത്തു പോയി അടിക്കുക, അങ്ങനത്തെ കാലം, അല്ലെ? അപ്പോ അതൊക്കെ ചെയ്യാ, നിസ്കരിച്ചാ മതി. ഫസ്ലുർ റഹ്മാൻ പറഞ്ഞ പോലെ നിസ്കരിച്ചാ മതി, അപ്പൊ തഖ്വയായി. ശരിയാണോ? പോരാ. പിന്നെന്ത് വേണം? തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരിക്കുക. തെറ്റുകൾ ചെയ്യാതിരിക്കുകയും, ആ തെറ്റുകൾ ചെയ്യാതിരിക്കാനാണ് നിസ്കാരം എന്നാണ് ഖുർആനിൽ നിസ്കാരത്തെ പറ്റി തന്നെ പറഞ്ഞത്. ഓക്കെ, ശരി. നോമ്പ് ഈ പ്രാവശ്യത്തെ മുഴുവൻ നോമ്പ് നോൽക്കുന്നവരാരൊക്കെയാണ്? അവർക്ക് നമുക്ക് സ്പെഷ്യൽ പ്രൈസ് ഒക്കെ വെക്കാം, അല്ലെ? പ്രൈസ് അള്ളാഹ് തരുന്നുണ്ട്, അത് വേറെ കാര്യം, അള്ളാഹ് തരും. ഓക്കെ, ഒരു നോമ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്? എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണേ. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്യ്. ലാൻഡ്സ്കേപ്പിൽ വെക്ക്. വീഡിയോ ഓൺ ചെയ്തവരൊക്കെ ലാൻഡ്സ്കേപ്പിൽ വെക്ക്, ഫോണ് ലാൻഡ്സ്കേപ്പിൽ. നോമ്പ് കംപ്ലീറ്റ് ആവാനുള്ള റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്, അതാണ് ഇനി നിങ്ങൾ പറയേണ്ടത്. അമൻ പറഞ്ഞോ, ഒരാളൊന്നും ഇതങ്ങനെ പറഞ്ഞോ. നിയ്യത്താണ്, ഇഖ്ലാസുൻ നിയ്യ, അല്ലെ? ആദ്യം നോമ്പ് നോൽക്കുക എന്നുള്ള ഒരു തീരുമാനം വേണം. രാവിലെ സുബൈക്ക് എണീറ്റ് സുബൈക്ക് മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിക്കൂലേ? ഭക്ഷണം കഴിക്കുന്നതിന്റെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പോയിട്ട് വേഗം കടന്നുറങ്ങുക, അങ്ങനെയൊന്നുമല്ല. ആ ഇന്റൻഷൻ, നീയത്ത് ഉണ്ടാവുക എന്നുള്ളത്, ഞാൻ നോമ്പ് നോൽക്കുകയാണ് എന്ന നീയത്ത് ഉണ്ടാവണം, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി അറിയുന്നവർ ഇങ്ങനെ കൈ കാണിച്ചാൽ മതിയെ. നോമ്പ് ശരിയാവണമെങ്കിൽ മഹ്ഫൂസ്, രാവിലെ മുതല് മഗ്രിബ് വരെ കടന്നുറങ്ങാൻ പാടില്ല, ലേസി ആവാൻ പാടില്ല. ഉറങ്ങാൻ പാടില്ല? ഉറങ്ങിയ നോമ്പ് മുറിയാ? ലേസി ആവാൻ പാടില്ല എന്നാ? ലേസി ആയ നോമ്പ് മുറിയും? നോമ്പ് മുറിയുന്നില്ല, ടയർഡായാലും നോമ്പ് മുറിയും? അങ്ങനെ ചെയ്യാൻ പാടില്ല. ടയർഡ് ആവാൻ പാടില്ല, ലേസി ആവാൻ പാടില്ല. ലേസി എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ലേസി? ലേസി നമ്മക്ക് ഒരു എന്താ പറയാ, ഒരു എനർജി ഉണ്ടായിട്ട് നമ്മള് ചെയ്യാണ്ടിരിക്കുന്നു. എന്താണ് മഹ്ഫൂസ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, റമദാൻ. You have to be in a good position. So if you're sick, you shouldn't be fasting. Or if you're old or you need to take medications, you can't be fasting. You have to be in good health. ഫാസ്റ്റിംഗ് ഗുഡ് ഹെൽത്ത് ആണ്, പക്ഷെ അതല്ല ക്വസ്റ്റ്യൻ. എന്താ അറിയോ റമദാൻ, വാട്ട് മൈ ക്വസ്റ്റ്യൻ? What What do you need? what rules you want to follow? Not question, what benefit of what rules? Ramadan rules. Say Ramadan, what Ramadan rules? Rule number 1,
നിയ്യ. ഇഖ്ലാസു നിയ്യ. Yeah. Then rule number 2, ജൗഹർ. ആരും അറിയാണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അല്ല, ആരും അറിഞ്ഞിട്ടും കഴിക്കാൻ പാടില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ പാടില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ പാടില്ല. ഈ പള്ളിയിലൊക്കെ പോയിട്ട് ഒളു എടുക്കുമ്പോൾ വെള്ളം ഇറക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഫ്രണ്ട്സ് ചെയ്യുന്ന നിങ്ങൾ കണ്ടവർ കൈവക്കി. കള്ളത്തരത്തിലൂടെ നോമ്പ് കുറിക്കുന്നവർ കണ്ടവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒളു എടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ചേ തുപ്പുള്ളൂ, കുറച്ച് ഇറക്കിയിട്ടുണ്ടാവും അല്ലേ? ഒളു എടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടോ? ചെയ്യാൻ ആരെ കണ്ട്? കണ്ടവര് കൈവക്ക്. ആരെ കണ്ട് മഹ്ഫൂസെ? ഞാൻ കണ്ടതല്ല. ഈ ഞാൻ ചെയ്തത് പണ്ട് ഷവർത്ത വെള്ളം കുടിച്ചിട്ടുണ്ട്. കുളിക്കുമ്പോ അല്ലേ? ഉമ്മ ഞാനൊന്ന് കുടിച്ച് വരാം അല്ലെ? കുളിക്കുന്ന സമയത്ത് ഷവറിലെ വെള്ളം കുടിക്കും. നോമ്പ് കാലത്ത് നോമ്പ് മുറിക്കുന്നവര് കള്ളറെ മുറിക്കൂല. അവര് കളവൊക്കെ ചെയ്യാണ്. അങ്ങനെ നോമ്പ് മുറിക്കുന്നവരെ കണ്ടവര് കൈവക്ക്, ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ, നെയ്ല കണ്ടാ? എവിടുന്നാ കണ്ടത്? എന്റെ ഫ്രണ്ട് വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കണ ക്ലാസ്സിൽ നിന്ന്. അപ്പൊ വാട്ടർ ബോട്ടിലായിട്ടാ നോമ്പിന് വന്നത്? അല്ല, ഇന്റത്. അപ്പൊ നീ നോമ്പ് പറ്റില്ലേ? ആ. അപ്പൊ പിന്നെ നീ എന്തിനാ വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നേ? അത് എനിക്കറിയില്ല. അത് ശരി, നല്ല ടീമാണല്ലോ. ഓക്കെ, പിന്നെ ആരാ കണ്ടത്? ഈ സൂം റൈസ് ചെയ്യല്ലേ. സൂം റൈസ് ചെയ്താൽ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ കൈ ഇങ്ങനെ കാണിച്ചാൽ മതി കണ്ടവര്. ഓക്കെ, ഇഷ ഫാത്തിമ. എന്റെ കസിൻ വെള്ളം ഓസ് കൊടുക്കുമ്പോ കുടിക്കണ ഉളു എടുക്കുമ്പോ കുടിക്കുന്ന കണ്ടു. ഷഹ്നൂന് കണ്ടിട്ടുണ്ടോ? ഞാന് എന്റെ ഫ്രണ്ട്. ഓക്കെ, ഇനിയാണ് രസമുള്ള ഒരു ചോദ്യം. ആ ജവഹർ പറയും. ഇന്ന് മദ്രസയിൽ ഒരു കുട്ടി ചോദിക്കും. ചൂയിങ്കം തിന്നേ. അപ്പൊ ആ അവൻ വിചാരിച്ച് ഇറക്കണില്ലല്ലോ, ഇറക്കിയാലല്ലോ നോമ്പ് മുറിയ, അതുകൊണ്ട് ചൂയിങ്കം ചവക്കല്ലേ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. നീ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കട്ടാ. ചൂയിങ്കം തിന്നാലും നോമ്പ് മുറിയ. നമ്മൾ ഇറക്കുന്നുണ്ടല്ലോ, അതിന്റെ ടേസ്റ്റും മധുരമൊക്കെ ഇറക്കുന്നില്ലേ, അത് നോമ്പ് മുറിയുന്ന തന്നെയാണ്. ഒരു ഡ്രോപ്പ് വെള്ളം പോലും താഴോട്ട് പോകാൻ പാടില്ല. അങ്ങനെ തന്നെയാണ് നോമ്പുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, സത്യം പറയുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. കുറെ പേര് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നു. എല്ലാവരും ഓൺ ചെയ്തേ. ഇനി സത്യം പറയണം, ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഇയറിൽ നോമ്പ് നോറ്റെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് നിങ്ങൾ എവിടുന്നെങ്കിലും കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടോ? സത്യം പറയണം. ആരാദ്യം പറയാം? ഓക്കെ, അഫ്ല എവിടുന്നാ വെള്ളം കുടിച്ചേ? എവിടുന്നാ? 4-ലോ 5-ലോ പഠിക്കുമ്പോ അല്ലല്ല, സ്ഥലം എവിടുന്നാണ് കുടിച്ചത്? വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ. അപ്പൊ ആരും കണ്ടില്ല? വെള്ളം കുടിച്ചിട്ട് അറിയാതെ കുടിച്ചതാന്ന് പറഞ്ഞു. ആ, വേഗം പോയിട്ട് വെള്ളം കുടിച്ചിട്ട് ഞാൻ അറിയാതെ കാരണം അറിയാതെ കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് പിന്നെ ഉണ്ട് ഇല്ലേ? അറിയാതെ കുടിച്ചാൽ നോമ്പ് മുറിയില്ല. പക്ഷെ അത് അറിയാതെ കുടിച്ചാന്ന് അറിഞ്ഞുകൊണ്ട് അറിയാതെ കുടിക്കാൻ പാടില്ലല്ലോ അല്ലെ? പഠിച്ചവനെ പറ്റിക്കാൻ നോക്കരുത് കേട്ടാ. ഓക്കെ, പിന്നെ ആരാ? ആഷിഫ് അലി. ഞാന് പൊരേന്ന് തന്നെ. പൊരേന്ന് തന്നെ. ആരാ കണ്ടത്? ആരും കണ്ടിട്ടില്ല, ആരും കാണാതെ കാണാതെ. കിച്ചന്ന് കുടിച്ചു അല്ലേ? ആ. ഓക്കെ, പിന്നെ ഫസ്ലുർ റഹ്മാൻ എവിടുന്ന കുടിച്ചേ? അത് ഞാൻ പൊരേന്ന് ചോദിച്ചിട്ട്. ചോദിച്ചിട്ട് കുടിക്കേ? അല്ല, ചോദിച്ചില്ല, കുടിച്ചിട്ട് പറഞ്ഞ. കുടിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നോമ്പ് മുറിഞ്ഞില്ലേ? ആ, നോമ്പ് മുറിഞ്ഞിട്ട് പറഞ്ഞതാന്ന്. നോമ്പ് കുടിച്ചിട്ട്. അങ്ങനെ. ഓക്കെ, പോയി വെള്ളം കുടിച്ചാൽ അല്ലേ? സഹിക്കാൻ പറ്റില്ല. ഫുട്ബോൾ കളിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പൊ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ നല്ല പൊരി, ഇപ്പൊ നല്ല വെയിലാണ്, നല്ല വേനൽക്കാലത്ത് നോമ്പാണിത്. ഈ പൊരിഞ്ഞ വെയിലത്ത് പോയി ഫുട്ബോൾ കളിക്കാൻ പോകും. എന്നിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് എന്ത് ചെയ്യും? വിയർത്ത് കുളിച്ച് വന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ്, ചിലപ്പോ 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. നോമ്പ് തുറക്കാൻ ഇനി 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് ഉണ്ട്. ആ സമയത്തൊക്കെ പോയിട്ട് ലാസ്റ്റ് കല കൊടുക്കാന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കുന്നവരുണ്ട് അല്ലേ? ഓക്കെ, ഷാനൂന് എവിടുന്നാ? നീ എവിടുന്നാ നോമ്പ് മുറിച്ചത്? ഞാൻ കുറച്ച് ദൂരെ പോയാ കുടിച്ചേ. എവിടെ? സ്ഥലം പറ. എന്റെ ഒരേ കുറച്ച് അങ്ങോട്ട്.
അപ്പുറത്തെ വീട്ടിൽ പോയി കുടിച്ചാ? ഓ എവിടുന്ന കുടിച്ച? സ്ഥലം പറ, കുടിച്ച സ്ഥലം. ഹിന്ദുക്കളെ ഹിന്ദുക്കള്. നമ്മുടെ നാട്ടിലെ ഈ നോമ്പ് കാലത്ത് ചില ആൾക്കാര് പിന്നെ ഇവിടെ ഒന്നും ഹോട്ടൽ തുറക്കൂല. അപ്പൊ ഹിന്ദുക്കളെ ഏരിയയിലേക്ക് പോയിട്ട് അവിടുത്തെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലെ? സത്യത്തിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല, അതറിയില്ലേ? ആരെ ബോധിപ്പിക്കാനാ നോമ്പ് നോൽക്കുന്നത്? അള്ളയാണ് കാണണ്ടേ. അപ്പൊ അള്ളാഹുവിന് അറിയാം ആരാ നോമ്പ് നോറ്റ് നോമ്പ് നോറ്റില്ല എന്ന്, അല്ലെ? അപ്പോ നോമ്പിന്റെ റൂൾസ് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നാണ്, ഫുഡ് ആൻഡ് വാട്ടർ, അല്ലെ? ചില വേറെ ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ നോമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാട്ടർ ഫാസ്റ്റിംഗ് ഉണ്ട്, ആയുർവേദത്തിലുണ്ട്, അല്ലെ? വെള്ളം മാത്രം കുടിക്കുന്ന അങ്ങനെയുള്ള നോമ്പുകളുണ്ട്. പിന്നെ അല്ലെങ്കിൽ മാംസം പിന്നെ നോൺ വെജ് ഉപയോഗിക്കാതിരിക്കുന്ന നോമ്പുകളുണ്ട്. പക്ഷെ അതിന്ന് മുസ്ലിംസിന്റെ നോമ്പ് എന്ത് വ്യത്യാസമുള്ളത്? ഫജർ ടു, അതായത് സൂര്യനുള്ള സമയത്ത് എന്ത് ചെയ്യുന്നില്ല? ഒരു ഇറക്ക് വെള്ളം പോലും കുടിക്കുന്നില്ല, അല്ലെ? അതൊരു ഒരു നല്ലൊരു ട്രെയിനിങ് ആണ്, അല്ലെ? നമുക്ക് വേണമെങ്കിൽ ആരും കാണാതെ എവിടെ നിന്നൊക്കെ ചാൻസ് ഉണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, നിങ്ങൾ ഐഡിയാസ് പറഞ്ഞു നോക്ക്. എവിടെ നിന്നൊക്കെ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും ആരും കാണാതെ? കിച്ചൺ, അല്ലെ? കിച്ചണിൽ എന്തായാലും നോമ്പിന് അങ്ങനെ ആ സമയത്തൊന്നും, അല്ലെങ്കിൽ ഒരു മോർണിംഗിലൊന്നും ആരും ഉണ്ടാവില്ല. ആ സമയത്ത് പോയിട്ട് കുടിക്കാം. പിന്നെ എവിടെ നിന്നൊക്കെ കുടിക്കാൻ പറ്റും? കൈ പൊക്കിയാൽ മതി, ഞാൻ പറയാം നിങ്ങൾക്ക്. എവിടെ നിന്നൊക്കെ വെള്ളം കുടിക്കാൻ പറ്റും? അറഫ. Ustad, you can't drink volume without anyone seeing. എനിവൺ സീയിങ്? അത് പറ്റില്ല. എനിവൺ സീയിങ് കുടിക്കാൻ പറ്റുമല്ലോ. നമുക്ക് പള്ളിയിൽ പോയിട്ട് കുടിക്കാം, പിന്നെ പുറത്ത് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുടിക്കാം. അതിൻ്റെ അവിടെ CCTV ഉണ്ടാവും, അല്ലെ? അങ്ങനെ പലയിടത്തുനിന്ന് കുടിക്കാം. പക്ഷെ അതൊന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്? അതൊക്കെ മാറ്റി വെച്ച് ആര് കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നോമ്പ് നോൽക്കുന്നുണ്ട്, അല്ലെ? ഓക്കെ. ഇനി ഫുഡ് കഴിക്കാതിരുന്നാൽ മാത്രം നോമ്പ് അള്ളാഹ് കബൂൽ ചെയ്യും. ഇനി എന്തൊക്കെയാണ് നോമ്പിന്റെ റൂൾസ് എന്തൊക്കെയാണ്? അമൻ. നാവിന്റെ കൺട്രോള്. നാവൊന്ന് പുറത്തിട്ടെ എല്ലാരും. പുറത്തിട്ടെ. നാവ് കണ്ട, ഇതല്ല നാവ്. ഈ നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ കൈമുക്ക. ഫലിയഖുൽ ഖൈർ ഔ ലിയസ്കുത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാവ് ഒന്നെങ്കിൽ നല്ലത് പറയലും മിണ്ടാതിരിക്കാം. നോമ്പിന് പ്രത്യേകിച്ച് ഇന്നീ സായം ഒരു തല്ലിന് വന്നാൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, കച്ചറ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ചൊടിയാൻ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ, ചെറുങ്ങനെ ഫൈറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കാൻ വരുന്നവരോട് ഇന്നീ സായം പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടുന്ന് മാറണം എന്നാണ്. നിങ്ങൾ അവിടുന്ന് ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അറിഞ്ഞുകൊണ്ട് പിന്നെ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയെന്ന് നിങ്ങൾ പറയുന്നില്ലേ? അതുപോലെ നോമ്പ് കട്ടാവുന്ന കാര്യമാണ് നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞാൽ, അല്ലെ? ചൂടാവുക, ദേഷ്യം പിടിക്കുക, കുത്തുവാക്കുകൾ പറയാ, അനിയന്മാരും അനിയത്തിയോടും കച്ചറ ഉണ്ടാക്കുക, ഉമ്മാനെ ചീത്ത പറയാ, ഉപ്പാനെ ചീത്ത പറയാ, ഇങ്ങനെയുള്ള നാവുകൊണ്ടുള്ള എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പം സെൽഫ് കൺട്രോൾ രാവിലെ സുബഹി മുതൽ തുടങ്ങി മഗ്‌രിബ് വരെ ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് റേസ് ആവാൻ പാടില്ല. ഇന്ന് റേസ് ആയവരൊക്കെ ഒന്ന് കൈപൊക്കിയേ. ഇന്ന് ചൂടായവര് കൈപൊക്കടാ. ഓ, ചൂടാവാത്ത നല്ല കുട്ടികൾ. ഇന്ന് ചൂടായവര്. ഓക്കെ. അഫ്ലഹ് എന്തിനാ ചൂടായത്? വെറുതെ വന്ന് ഫ്രണ്ട്സ് ബാക്കിൽ കുത്തി എന്താക്കുക ചെയ്യും. വെറുതെ ഒരു ആവശ്യമില്ലാതെ വന്നിട്ട് കുത്തിയോണ്ട് അവൻ ചൂടായി. ഹസൻ എന്തിനാ ചൂടായത്? വെറുതെ മേക്കിട്ട് കയറി. മേക്കിട്ട് കയറാന്ന് പറഞ്ഞാല് മേത്തിട്ട് തല്ല. തല്ല, അല്ലെ? വെറുതെ വന്നിട്ട് തല്ല. ഓക്കെ. മുസ്തഫ എന്തിനാ ചൂടായത്? അറഫ എന്തിനാ മുസ്തഫനെ അനോയിൻ ചെയ്ത്? വൈ യു ഡിസ്റ്റർബിങ് മുസ്തഫ? യു ഡോണ്ട് നോ. ഈ സിബ്ലിങ്സിന്റെ മെയിൻ ഒരു പ്രോബ്ലം ആണത്. അനിയന്മാര് അനിയത്തി ഉണ്ടെങ്കിൽ നല്ലൊരു പണി കിട്ടും. അനിയന്മാരുള്ളവരൊക്കെ കൈപ്പൊക്ക്. ചെറുത് താഴെയുള്ളവരുള്ളവര്, അനിയൻ അനിയത്തി, അവരിങ്ങോട്ട് വന്ന് ചൊറിയും, അല്ലെ? ഇങ്ങോട്ട് വന്നിട്ട് ഫൈറ്റ് ഉണ്ടാക്കും. ഫൈറ്റ് ഉണ്ടാക്കിയാൽ തല്ലിട്ടായിരിക്കാണ് നിങ്ങൾക്ക്, അല്ലെ? ഫൈറ്റ് പാരന്റ്സിന്റെ തല്ലിട്ട് നിങ്ങൾക്ക്.
തുടക്കം ഉണ്ടാവുക ആരായിരിക്കും? അവരാണ്. ഓക്കെ, അത് നോർമലി എല്ലാ വീട്ടിലും ഇപ്പം നിങ്ങളൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കും. അത് തന്നെയാണ്, എൻ്റെ അനിയൻ അങ്ങനെയാണ്, അനിയത്തി അങ്ങനെയാണ്, അവളാണ് തുടങ്ങുക, സ്റ്റാർട്ടിങ് അവരായിരിക്കും. അങ്ങനെ സഹിക്കാൻ പറ്റാതാകുമ്പോൾ നമ്മളൊന്ന് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യുന്ന ഷൗട്ട് ചെയ്യായിരിക്കും, ചിലപ്പം കൈ കൊണ്ടുള്ള ഫൈറ്റ് ആയിരിക്കും. പക്ഷെ ആ ഫൈറ്റോട് കൂടി കുട്ടി കരയും, നേരെ പോയിട്ട് പാരൻസിന് കംപ്ലൈന്റ് കിട്ടും, പാരൻസ് വന്നിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ട് അടി കിട്ടും ചെയ്യും. ഇതാണ് എല്ലായിടത്തും സംഭവിക്കുക. പക്ഷേ റമദാനിൽ അത് ഇതല്ലാത്ത കാലത്തും കൺട്രോൾ ചെയ്യണം. പക്ഷേ റമദാനിൽ നമ്മൾ എത്ര ആരൊക്കെ അനായും ചെയ്താലും നമ്മൾ ദേഷ്യം വരാൻ പാടില്ല. ഓക്കെ, ഇന്ന് തീരെ ദേഷ്യം പിടിക്കാത്ത ഒരു കൈബുക്ക്. അറഫ കൈബുക്കുന്നുണ്ട് അല്ലേ? മുസ്തഫനെ ദേഷ്യം പിടിപ്പിച്ചിട്ട്. ഓക്കെ, ഇന്ന് ദേഷ്യം പിടിക്കാത്തവരല്ലേ എല്ലാവരും അല്ലേ? ഓക്കെ, അപ്പം നാവ്, പിന്നെ കണ്ണ്. കണ്ണുകൊണ്ട് നോമ്പ് പറയാം. നാവുകൊണ്ട് കുറേ പറയാനുണ്ട് കേട്ടോ, നമുക്ക് നാളെ ഇൻഷാല്ല കണ്ടിന്യൂ ചെയ്യാം. കണ്ണുകൊണ്ട് നോമ്പ് പറയാം. റീൽസിന്റെ ലോകാണ് അല്ലേ? ഇൻസ്റ്റ യൂസ് ചെയ്യുന്നവർ കൈബുക്ക്. ഇൻസ്റ്റ യൂസ് ചെയ്യാൻ അറിയുന്നവർ, അല്ലെ യൂസ് ചെയ്തവർ, എപ്പോഴെങ്കിലും യൂസ് ചെയ്തവരൊക്കെ കൈബുക്ക്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് യൂസ് ചെയ്യാത്തവരൊന്ന് കൈബുക്ക്. ചെയ്യാത്തവര് ഒരാളും ഉണ്ടാവില്ല അല്ലെ? എല്ലാവരും കാണുന്നവരാണ്. അപ്പൊ ഈ കാണുന്ന എല്ലാം കണ്ടിരിക്കാൻ അപ്പം അൺലിമിറ്റഡ് ആയിട്ട് കണ്ടിരിക്കുക. ഇപ്പൊ നേരത്തെ ആരെ പറഞ്ഞില്ലേ? മഹ്ഫൂസ് പറഞ്ഞേ ലേസി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞില്ലേ? നോമ്പിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യമില്ലാത്ത ഒരു ഇപ്പൊ ഉറങ്ങുന്നത്, നോമ്പിന് ഉറങ്ങാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ. സ്ലീപ്പ് ചെയ്താൽ, സ്ലീപ്പ് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയോ ഇല്ലേ? ആഷിഫ് അലി ഇല്ല, ഇല്ല, മുറിയത്തില്ല. മുറിയത്തില്ല. ആഷിഫ് അലി നോമ്പ് നോറ്റ് രാവിലെ സുബൈക്ക് മുമ്പ് ഒരു 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 ഷവായ ഫുള്ള് ഒരു ഷവായ ഫുള്ള് ആഷിഫ് അലി തിന്ന്. ഓക്കെ, അതിന് പുറമെ ഒരു 5 പൊറോട്ട, 2 നേന്ത്രപ്പഴം, പിന്നെ ഒരു 5-6 ഗ്ലാസ് വെള്ളം ഒക്കെ കഴിഞ്ഞ് ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നിയ 2-3 മൈസൂർ പഴം കൂടെ കുത്തിക്കയറ്റി. ഓക്കെ, ആഷിഫ് അലി എക്സാമ്പിൾ പറയാം. എന്നിട്ട് ആഷിഫ് അലി ഒറ്റ ഉറക്കം സുബൈ നിസ്കരിക്കാതെ. എന്നിട്ട് മഗ്‌രിബിനാണ് മൂപ്പര് എണീക്കുന്നത്. ഈ ഉറക്കം നോമ്പ് മുറിക്കോ ഇല്ലേ? ആഷിഫ് അലിയെ ഇങ്ങനെ ഉറങ്ങിയാൽ നോമ്പ് മുറിയോ? 100% നോമ്പ് മുറിയും. ഇങ്ങനത്തെ ഉറക്കം പാടില്ല. അപ്പൊ എങ്ങനത്തെ ഉറക്കാണ് പാടുള്ളത്? ആർക്കാ പറയാൻ പറ്റുക? എങ്ങനെ ഉറങ്ങാം? എത്ര ഉറങ്ങാം? ഹാഫിയ, എത്ര ടൈം ഉറങ്ങാം? നമസ്കരിച്ചിട്ട് ഉറങ്ങാം. മൻഹ, 1/4 മണിക്കൂറൊക്കെ. അരമണിക്കൂറേ നോമ്പിന് ഉറങ്ങാൻ പാടുള്ളൂ എന്ന് മൻഹ. നിങ്ങൾ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ, വിയോജിക്കുന്നുണ്ടോ? ജൗഹർ, രാത്രി ഇഷ തൊട്ട് രാവിലെ ഫജർ വരെ. അപ്പൊ തറാവില്ലേ? ഖിയാമുല്ലൈലില്ലേ? തറാവി കഴിഞ്ഞിട്ട്. ഞാൻ ചോദിക്കുന്ന നോമ്പിന്റെ ഡേ ടൈമിൽ ഉറങ്ങാൻ പാടുണ്ടോ ഇല്ലേ എന്നാണ്. കോമൺ ക്വസ്റ്റ്യൻ ചോദിക്കാം. റമദാനില് ഡേ ടൈമിൽ സുബഹ് ടു മഗ്‌രിബിന്റെ ഇടയിൽ ഉറങ്ങാൻ പാടുണ്ടോ ഇല്ലേ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ്, ഉറങ്ങാം എന്നുള്ളവർ കൈവോക്ക്, ബാക്കിയുള്ളവർക്ക് കൈ അതായത് ഉറങ്ങാം. സുബൈക്കും മഗ്‌രിബിനും ഇടയിൽ ഉറങ്ങാം അല്ലേ? ശരി, അതേ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു കുട്ടി രാവിലെ നിറയെ ഫുഡ് കഴിച്ച് സുബൈ പോലും നിസ്കരിക്കാതെ കടന്നുറങ്ങി, എന്നിട്ട് മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് എണീറ്റിട്ട് നേരെ ടേബിളിൽ വന്ന് ഫുഡ് കഴിച്ചാൽ അവന്റെ നോമ്പ് കംപ്ലീറ്റ് ആവുമോ? ഇല്ല. അപ്പൊ എത്ര ഉറങ്ങാം? അതാണ് ക്വസ്റ്റ്യൻ. എത്ര ഉറങ്ങാം? എപ്പോഴും ഉറങ്ങാം? എത്ര ഉറങ്ങാം? ആമൻ. ഞാൻ പറയുന്നത് എന്റെ ഒരു ഒപ്പീനിയനില് രാത്രി മൊത്തം എണീച്ചിക്കുക, എന്നിട്ട് നോമ്പ് എടുക്കുന്ന സമയത്ത് അത്താഴം കഴിച്ച് പിന്നെ മഗ്‌രിബ് വരെ ഉറങ്ങുന്നു. അങ്ങനല്ലാണ്ട് ഈ ഫജറെല്ലാം കഴിഞ്ഞ് രാവിലെ അത്താഴം വരെ ഉറങ്ങുക, എണീക്കുക, ഫുഡ് കഴിക്കുക, കുറച്ച് ഖുർആനൊക്കെ, പിന്നെ ഉറങ്ങുക, ഒരു 8 മണി വരെ ഉറങ്ങുക. ഒന്നുകൂടി ക്ലിയർ, എനിക്ക് മനസ്സിലാവണില്ല എന്താ പറയുന്നത്. സാധാരണ കിടക്കുന്നതിനായി 9 മണിക്ക് കുറച്ച് നേരത്തെ കിടക്കുക, 9, 9:30, 10 കിടക്കുക.
എന്നിട്ട് രാവിലെ അത്താഴത്തിന് മുമ്പ് എണീക്കുക, ഫുഡ് കഴിക്കുക, കുറച്ച് സമയം ഖുറാൻ ഓതുക. സുബഹി നിസ്കരിച്ചിട്ട് ഖുറാൻ ഓതിയിട്ട് കുറച്ച് സമയം പിന്നെയും കിടന്നു. രാത്രി ഉറങ്ങുന്നതിനെ പറ്റിയല്ല പറയണത്. ഡേ ടൈമിൽ ഉറങ്ങാൻ പറ്റുമോ, ഡേ ടൈമിൽ ഏത് സമയം ഉറങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യന് ക്ലിയർ ആണല്ലോ. ഉറങ്ങിയ നോമ്പ് മുറിയൂല, അത് അംഗീകരിച്ചു, എല്ലാവരും ഓക്കെ അല്ലേ? ഉറങ്ങിയ നോമ്പ് മുറിയൊന്നുമില്ല, പക്ഷെ എങ്ങനെ ഉറങ്ങാം, ഡേ ടൈമിൽ എത്ര ഉറങ്ങാം? ഇനിയിപ്പോ നല്ല ചൂട് വരികയാണ്, സ്കൂൾ ഓഫായിരിക്കും, നിങ്ങൾ ഉറങ്ങേണ്ടി വരും. അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ എങ്ങനെ ഉറക്കം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അമ്മന് പറഞ്ഞ വേറെ ഒപ്പീനിയൻ ആണ്, എങ്ങനെ നൈറ്റ് യൂസ്ഫുൾ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ജൗഹർ. Luhar to Asar. ളുഹുർ ടു അസർ. ഓക്കെ, അതായത് ഇൻ ബിറ്റ്വീൻ ഒരു നിസ്കാരത്തിന്റെ ഇടയിലുള്ള ഉറക്കം ഓക്കെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഉറങ്ങുന്നത് സുബഹിക്ക് ശേഷമാണ് എങ്കിൽ, സുബഹിക്ക് ശേഷമായിട്ട് ഉറങ്ങാൻ കംഫർട്ടബിൾ ആയ ടൈമുള്ളത് അല്ലെ? അപ്പൊ സുബഹിക്ക് ശേഷം നിങ്ങൾ ഉറങ്ങാൻ വിചാരിച്ചാൽ നോമ്പൊക്കെ നോറ്റ് സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ടോ നിസ്കരിച്ചോ ഒക്കെ കഴിഞ്ഞ് ഖുർആനൊക്കെ ഓതി കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങാൻ വിചാരിച്ചു, അത് ടിൽ ളുഹർ വരെ പാടുള്ളൂ. ളുഹറിന് എണീറ്റ് നിസ്കരിക്കണം. ഓക്കെ, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ടിൽ അസർ വരെ, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് 2-3 നിസ്കാരമൊക്കെ കംപ്ലീറ്റ് ഉറക്കാക്കി ഉറക്കത്തിന്റെ ഒരു നോമ്പായിട്ട് മാറ്റരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് നിയത്ത് ചെയ്യണം, രണ്ടാമത്തത് ഇശാ ബാങ്ക് കൊടുത്തടാ, 47 ടൈം ഉണ്ട്. കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നിയത്ത്, 2 നാവിനെ കൺട്രോൾ ചെയ്യുക, 3 കണ്ണിനെ കൺട്രോൾ ചെയ്യുക, ചെവിനെ കൺട്രോൾ ചെയ്യുക. ചെവിയെ നോമ്പായിട്ട് എന്താ ബന്ധമുണ്ടോ? ചെവിയും നോമ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫൈഹ മറിയം പറഞ്ഞോ. വേണ്ടാത്തത് കേൾക്കാതിരിക്കുക. ഓക്കെ, വേണ്ടാത്തത് എന്ന് പറഞ്ഞാൽ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ ഫൈഹ? വേണ്ടാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കാൻ പാടില്ലാത്തത്, നിങ്ങൾ കേൾക്കരുത് എന്ന റെസ്ട്രിക്ഷൻ ഉള്ള എന്തൊക്കെയാണ്? It's like which contain bad things, or which like shows disrespect to like our religion, or things which are not necessary to listen to. മറ്റുള്ളവരെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഗീബത്ത് എന്ന് പറയും അല്ലെ? ഗീബത്ത് കേട്ടിട്ടുണ്ടോ? കുറ്റം പറയാ, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കാൻ പാടില്ല. അപ്പൊ ചെവിയുടെ കൺട്രോള്, കണ്ണ്, നാവ്, കണ്ണ്, ചെവി ആയി. വായിലേക്കൊന്നും ഇറക്കാനും പാടില്ല എൻഡ് വരെ. ഓക്കെ, ചൂടാവാൻ പാടില്ല. ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് നോമ്പാവുന്നത്. നിസ്കാരം വേറെ നടക്കണം, ഖുർആൻ ഓതണം, ഇതൊക്കെ വേറെ വേറെ കാര്യങ്ങൾ നടക്കണം. അതിന്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ ജൗഹർ, Musical ഇൻസ്ട്രുമെന്റ്സ്. പിന്നെ സാധാരണ നോർമലി നിങ്ങൾ യൂട്യൂബിൽ പിന്നെ റീൽസ് യൂട്യൂബിൽ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വിഷ്വലായിട്ട് കാണുന്ന എല്ലാം നോമ്പിന് അങ്ങനെയുള്ള വിനോദങ്ങൾ. അതായത് ഇപ്പം ഒരു കുട്ടിക്ക് ഇപ്പം ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു 2 hours 3 hours ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവന് ഇത് നോമ്പിന് ഇറസ്പെക്ട് ചെയ്യാണ്. നോമ്പ് നോറ്റിട്ട് അവൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മഗ്‌രിബിന് നോമ്പ് തുറന്ന ഉടനെ എന്ത് ചെയ്യുക, ഇത് തുറന്നിരിക്കാനല്ല പറയുന്നത്. റൈറ്റ്? ഓക്കെ, നോമ്പ് എന്ന 30 days നമ്മൾ നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറെ കാര്യങ്ങൾ മാറ്റം വരുത്തണം. ഓക്കെ, തറാവീഹ് കഴിഞ്ഞ റമദാനിൽ തറാവീഹ് നിസ്കരിച്ചവരാരൊക്കെയാ? ഒരു പ്രാവശ്യമെങ്കിലും. ഓക്കെ, എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, തഖബ്ബൽ അല്ലാഹ്, അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന. അങ്ങനെ ദുആ ചെയ്യണം നമ്മൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാലും തറാവീഹ് നിസ്കരിച്ചാലും ഒക്കെ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, കഴിഞ്ഞ നോമ്പിന് ഖിയാമുൽ ലൈൽ നിസ്കരിച്ചവരൊക്കെ കൈവക്ക്. ഖിയാമുൽ ലൈൽ, മഹ്ഫൂസ് നിസ്കരിച്ചു. മഹ്ഫൂസെ, നീ എത്ര മണിക്കാ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചേ? എത്ര മണിക്കാ നിസ്കരിച്ചേ? ക്വസ്റ്റ്യൻ എന്താ? കൈ ഇങ്ങനെ പൊക്കി നിൽക്കുന്നത് ഞാൻ ചോദിക്കുമ്പോ ക്വസ്റ്റ്യൻ എന്താണ്? അങ്ങനെയല്ല,
ഖിയാമുല്ലയിൽ തറാവീഹ് നിസ്കരിച്ചവരോട് ഞാൻ കൈ താഴ്ത്താൻ പറഞ്ഞു. അവര് കൈ താഴ്ത്ത്. ഖിയാമുല്ലയിൽ എന്താന്ന് അറിയാത്തവര് കൈ പൊക്ക്. അറിയില്ല? സത്യം പറയും, അറിയില്ല? സത്യം അഫ്ലേൻ അറിയില്ല? ഓക്കെ, അറിയാത്തവരൊക്കെ കൈബുക്ക്. ജയാൻ അറിയില്ല, ഖിയാമുല്ലയിൽ എന്താന്ന് അറിയില്ല, ഫൈഹക്ക് അറിയില്ല, ഇസബിന് അറിയില്ല. അല്ലോ കുറെ പേർക്ക് അറിയില്ലല്ലോ. ഓക്കെ, ആരാണ് പറഞ്ഞു കൊടുക്കുക? Who can explain what is Qiyamul Layl? Who can explain? Ramadan. What is Qiyamul Layl? I think Qiyamul Layl is the niskaram that you do between Isha and Fajr. Isha to Fajr. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരമാണ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? നിസ്കാരമാണ് ഖിയാമുൽ ലൈൽ. നോമ്പല്ല, നിസ്കാരമാണ്. ഈ നിസ്കാരം ഖുർആനിൽ ഖിയാമുൽ ലൈലിനെ പറ്റിയാണോ സാധാരണ നിസ്കാരത്തെ പറ്റിയാണോ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്? ഖിയാമുൽ ലൈലിനെ പറ്റിയാണോ സാധാരണ നമ്മൾ നിസ്കരിക്കുന്ന ഫർള് നിസ്കാരത്തെ പറ്റിയാണോ ഖുർആനിൽ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്? വെറുതെ നിങ്ങളൊന്ന് ഗസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ആരാ ഗസ് ചെയ്യാ? ഗസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവുണ്ടോ അറിയില്ല. ആരാ ഗസ് ചെയ്യാ? ജൗഹർ ഗസ് ചെയ്താ. ഫർള് നിസ്കാരത്തെ പറ്റി നമ്മൾ നോർമലി ഗസ് ചെയ്യുക എന്താണ്? ഫർള് നിസ്കാരത്തിനല്ലേ ഇമ്പോർട്ടൻസ് എന്നാണ്. എന്നാൽ സത്യം ഇതാണ്, ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഖിയാമുൽ ലൈലിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ രാത്രി നിസ്കാരം എന്ന് പറയും. ലൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി അല്ലെ? ആ രാത്രി എണീക്ക, ഖിയാം അല്ലെ? ഖാമ, കും, ഇജ്ലിസ് കേട്ടോ നിങ്ങള്? കും കേട്ടോ? അറബിക് ക്ലാസ്സിലൊക്കെ ചിലപ്പം പറയാം കും, എണീക്ക് എന്ന് പറയും, സ്റ്റാൻഡപ്പ് അല്ലെ? അതുപോലെ ഖിയാമുൽ ലൈൽ അല്ലെ? ഓക്കെ, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? കും എന്ന് പറഞ്ഞാല് എന്താ ചെയ്യേണ്ടത്? എണീക്ക. കും, ഒന്ന് എണീറ്റ്. കും. ഓക്കെ, ഇജ്ലിസ്. അപ്പോ എണീറ്റ് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ഖിയാമുൽ ലൈൽ. മനസ്സിലായ? ആ എണീക്കൽ എപ്പോഴും എണീക്കണ്ട്? ഏറ്റവും ബെസ്റ്റ് മുഫസ്സിരിങ്ങളൊക്കെ പറഞ്ഞത് ഉറങ്ങിയിട്ട് വീണ്ടും എണീക്കാം, രാത്രി 2 മണിക്ക് ശേഷം. ഞാൻ കഴിഞ്ഞ 3 റമദാന് ഷാർജയിലായിരുന്നു, UAE. അപ്പോൾ അവിടുത്തെ ഒരു ഖിയാമുൽ ലൈലിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഖിയാമുൽ ലൈൽ രാത്രി ഏകദേശം ഒരു 1:30-2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 2 മണി. നിങ്ങൾ 2 മണി കണ്ടിട്ടുണ്ടോ? രാത്രി 2 മണി കണ്ടിട്ടുണ്ടോ? രാത്രി 2 മണി കണ്ടിട്ടുണ്ടോ? രാത്രി 2 മണിക്കാണ് ഖിയാമുൽ ലൈൽ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 മണി ആകുമ്പോഴത്തേക്ക് അറബ്സ് എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഖന്തൂറ ഇടും. ഇപ്പൊ ഞാൻ ഖന്തൂറ ഇട്ടത് വൈറ്റ് ഇടും, ഫുള്ള് വൈറ്റ് ഇട്ടിട്ട് ഒരു രസമാണ്. രാത്രി 2 ആകുമ്പോൾ വൈറ്റ് ഡ്രസ്സ് ഇട്ട് അവർ പല ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്ന് പള്ളിയുടെ കോമ്പൗണ്ടിലൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും ഇങ്ങനെ ഇറങ്ങും. ഗൾഫിൽ പോയവരൊക്കെ കൈബുക്ക്, GCCയിൽ പോയവരൊക്കെ വിസിറ്റ് ചെയ്തവർ കൈബുക്ക്, ഗൾഫിൽ ഏതെങ്കിലും കൺട്രി, സൗദി, ബഹ്റൈൻ, ഖത്തർ എവിടെയെങ്കിലും പോയവർ കൈബുക്ക്. ഓക്കെ, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. റമദാനിലാണെങ്കിൽ എല്ലാവരും ഉണ്ടാവും. എന്നിട്ട് രാത്രി 2 മണിക്ക് ആ പള്ളിയിലെ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യും. ഒരു ലൈറ്റ് മാത്രം ഇമാമിന്റെ അവിടെ ചെറിയൊരു ലൈറ്റ് ഇട്ട് വെക്കും. എന്നിട്ട് തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ബഹൂർ എന്ന് പറഞ്ഞ ഒരു സുഗന്ധദ്രവ്യമുണ്ട്, നല്ല സ്മെല്ലുണ്ട്. അതും പിന്നെ അതിങ്ങനെ പുകച്ചിട്ട് പള്ളി മൊത്തം ഒരു സ്മെല്ലുണ്ടാവും. എന്നിട്ട് അവിടെ ഈത്തപ്പഴവും കാവൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ടാവും. ഏകദേശം 2 മണി ആകുമ്പോൾ ഇമാമ വരും. എന്നിട്ട് അങ്ങ് തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. അത് വല്ലാത്തൊരു ഫീലാണ്. ഫീൽ പറഞ്ഞാൽ ശരിക്ക് ഇമാമിന്റെ ഖിറാഅത്ത് നമ്മുടെ ഖിറാഅത്ത് പോലെയല്ല, നമ്മൾ ഓതുന്ന പോലെയോ അല്ല. ഈജിപ്ഷ്യൻ ഖിറാഅത്ത് തന്നെ വളരെ നീട്ടി, വളരെ തർത്തിയിലായിട്ടുള്ള നല്ല, അതും എടുത്തെടുത്ത് കരഞ്ഞ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അവിടുത്തെ ഖിറാഅത്തൊക്കെ. അവർ ഇമാമ് കരയും, കൂടുള്ളവരും കരയും. അവർക്ക് മീനിങ് അറിയാം അല്ലേ? ഓക്കെ, മീനിങ് അറിയാം. നമുക്ക് മീനിങ് അറിയാം. ഒരായത്തിന്റെ ഖുർആനിൽ ഒരായത്തിന്റെ മീനിങ് അറിയുന്ന ഒരു കൈബുക്ക്. ഖുർആനിൽ ഒരായത്തിന്റെ ഇവിടെ പറയണം. അപ്പൊ ഖുർആനിൽ ഒരു 1 ആയത്തിന്റെ മീനിങ് ജാനു പറഞ്ഞു. സൂഫി ഇബ്രാഹിം മൂസ, ഇബ്രാഹിമിന്റെയും മൂസയുടെയും ഏടുകൾ. പിന്നെയും കുറെ ഉണ്ട്. അതൊന്നും ഒരു ട്രയലിന് പറഞ്ഞതാണ്. മാഷാ അല്ലാഹ്. റസാന് ഒരു ആയത്തിന്റെ മീനിങ്.
എപ്പോഴും പരിദൂഷണവും പരിഹാസവുമായി നടക്കുന്നവർക്ക് നാശം. എന്താണ് എന്ത് നാശം? ഖുർആൻ എടുക്കണ്ട. വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. ഖുർആനിലെ ആയത്താണ്. കേട്ടോ? നിങ്ങൾ ഞെട്ടിപ്പോയോ? നിസ്കരിക്കുന്നവരൊക്കെ നശിച്ചു പോട്ടെ. ഖുർആനിലെ ആയത്താണ്. എന്താ അതിന്റെ മീനിങ്? എന്താ? ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? നല്ല കാര്യമായി. ഇനി നാളെ മുതൽ നിസ്കരിക്കണ്ടല്ലോ എന്നുള്ളതാണോ? വൈ ഇപ്പൊ വൈലുല്ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എങ്ങനത്തെ നിസ്കാരക്കാര്? ആർക്കാ നാശമുള്ളത്? ഹസൻ. നിസ്കാരം മറ്റേ ഫാസ്റ്റ് നിസ്കരിച്ച് അതിന്റെ ഇതൊക്കെ തെറ്റുന്നത്. ഫാസ്റ്റ് നിസ്കരിക്കുക എന്നുള്ളതല്ല മെയിൻ. അവിടെ അയാന് നിസ്കാരം ഇഷ്ടമില്ലാതെ നിസ്കരിക്കുന്നവർ. ഇഷ്ടമില്ലാതെ നിസ്കരിക്കുന്നവർ അമൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. അത് കറക്റ്റ്. ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പോ ഞാൻ നിസ്കരിക്കട്ടോ ഉമ്മ ഞാൻ നിസ്കരിക്കാൻ പോകട്ടോ, വാപ്പ ഞാൻ നിസ്കരിക്കാൻ പോകട്ടോ. ഇതെന്തിനാ പറയുന്നത്? അവരെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെ? ഞാൻ നിസ്കരിക്കുകയാണേ എന്ന് പറഞ്ഞ് ഞാനൊരു നിസ്കാരക്കാരനാണ് എന്ന് പറയുന്ന എക്സിബിറ്റ് ചെയ്യുക അല്ലെ? ഒന്നത് ആണ്. പിന്നെ ഫൈഹ ഇല്ല, ഒരു ശ്രദ്ധയില്ലാതെ, നിസ്കാരത്തിൽ ശ്രദ്ധ ഇല്ലാതെ. നിസ്കാരത്തിൽ എങ്ങനെ ശ്രദ്ധ? പറയുന്ന കാര്യം അറിയണ്ടേ? ഫാത്തിഹയുടെ മീനിങ് അറിയുന്ന ഒരു കൈബുക്ക്. നമുക്ക് 17 പ്രാവശ്യം ഡെയിലി ചൊല്ലുന്നതാണ്. ഫാത്തിഹയുടെ മീനിങ് നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ഫാത്തിഹയുടെ മീനിങ് നിർബന്ധമായിട്ട് പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഇഷ ബാങ്ക് കൊടുത്തു ഓൾറെഡി. അപ്പോ തറാവീഹിന്റെ സമയം ആയാല് തറാവീഹ് നിസ്കരിക്കാൻ പോകേണ്ടവരുണ്ടാവും. ചിലയിടത്തൊക്കെ ഇതിലൊക്കെ നോമ്പ് തുറക്കാനായി ഉണ്ടാവും. ഇവരൊക്കെ പോയോ? ജൗഹറൊക്കെ പോയോ? ഫുഡ് കഴിക്കാൻ പോയിണ്ടാവും. അവിടെ നോമ്പ് തുറക്കുന്ന സമയമായി. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. നോമ്പിന്റെ റൂൾസ് മാത്രമാണ് നമ്മൾ ചെറുങ്ങനെ പറഞ്ഞു വെച്ചത്. പറഞ്ഞു വെച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തത് നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്പർ 1, നമ്പർ 2, നമ്പർ 3. നമ്പർ 1 നിയ്യത്ത്. നമ്പർ 2 ചീത്ത കാര്യം പറയാം. നാവിന്റെ കൺട്രോള്. നമ്പർ 3 കണ്ണ്, ചെവി. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കൺട്രോൾ, ദേഷ്യം പിടിക്കാതിരിക്കുക അല്ലെ കാര്യം. പിന്നെ അനാവശ്യ കാര്യങ്ങളിൽ കൂടുതൽ സമയം, ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നോമ്പ് മുറിക്കാൻ പാടില്ല, നോമ്പ് ബാത്തിലാക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഈ റമദാനിൽ കംപ്ലീറ്റ് നോമ്പ് എടുക്കാൻ തീരുമാനിച്ചു. ഇൻഷാ അല്ലാഹ് തറാവീഹ് എല്ലാം നിസ്കരിക്കും. ഖിയാമുൽ ലൈലും നിസ്കരിക്കാൻ നോക്കുക. ഇനി അതൊന്നും പറ്റാത്തവർ സുബഹിന് നിങ്ങൾ ഫുഡ് കഴിക്കാൻ എണീക്കൂലേ, ആ സമയത്ത് ഫുഡ് കഴിക്കുന്നതിന്റെ മുമ്പ് ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ശേഷവും നിസ്കരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ നിസ്കാരമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരമാണ്. ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം. അതിനാണ് ഖിയാമുൽ ലൈൽ, കൂടുതൽ കൂലി കിട്ടുന്ന നിസ്കാരമാണ്. അതും ശ്രദ്ധിക്കുക. അള്ളാഹു നല്ല പോലെ ഈ റമദാനിനെ പ്രയോജനപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ ചെയ്യാം. ദുആ ചെയ്യല്ലേ? ദുആ ചെയ്യാം. നിങ്ങൾ ആമീൻ പറയില്ലേ? അള്ളാഹു ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ റമദാൻ പ്രയോജനപ്പെടുത്തുന്നവരിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തണേ അള്ളാഹ്. ഈ റമദാനിലെ അസുഖങ്ങളൊന്നും, വേറെ അസുഖങ്ങളൊന്നും വരാതെ ഏറ്റവും നല്ല രീതിയിൽ നോമ്പ് നോൽക്കാൻ ആരോഗ്യം, ഹെൽത്ത് നൽകണേ അള്ളാഹ്. അള്ളാഹുവെ ധാരാളമായിട്ട് നിന്ന് നിസ്കരിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അള്ളാഹുവെ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അള്ളാഹുവെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, സദഖ ചെയ്യാൻ, ഒരുപാട് ഗുഡ് ഡീഡ്സ് ചെയ്യാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അള്ളാഹുവെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അള്ളാഹ്. ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണേ അള്ളാഹ്. ലഹരിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണേ അള്ളാഹ്. അല്ലെ, മുസ്ലിം പേര് വരുമ്പോൾ പത്രത്തിലൊക്കെ വല്ലാത്ത പ്രയാസമാണ്. മുസ്ലിം പേരിൽ ഇങ്ങനെ ഉമ്മാനെ വെട്ടിക്കൊന്നു എന്നൊക്കെ ആ ന്യൂസ് കാണുമ്പോൾ തന്നെ മുസ്ലിം ആവരുതേ എന്നിങ്ങനെ അത് വേറുള്ളവർ ചെയ്യുന്നുള്ളതല്ല. നമ്മൾ ഇത്രയൊക്കെ ഖുർആനും ദീനും ഒക്കെ പഠിച്ചിട്ടും മദ്രസയിൽ പഠിച്ചിട്ടും മോറലി എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിട്ടും എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് അള്ളാഹുവെ ഈ സമുദായത്തിൽപ്പെട്ട എല്ലാവരെയും ഇത്തരത്തിലുള്ള വലിയ സാമൂഹ്യ തിന്മ, ലഹരി പോലെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ മാറി നിന്ന് ഏറ്റവും നല്ല ഈമാനുള്ളവരാക്കി മാറ്റണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ വീട്ടിലൊക്കെ സന്തോഷവും സമാധാനവും തരണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തരണേ അള്ളാഹ്. ഹലാലായ ഭക്ഷണം തരണേ അള്ളാഹ്. വേണ്ടേ? ഹലാലായി തൊയ്യബൻ, ഖുർആൻ തന്നെ പറഞ്ഞു ഹലാലിൻ തൊയ്യബൻ, നല്ലതും
ഹലാലുമായിട്ടുള്ള ഭക്ഷണം തരണേ അല്ല. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യം കൊടുക്കണേ അല്ല, അവർക്ക് ഹെൽത്ത് കൊടുക്കണേ അല്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഞങ്ങളുടെ പാരൻസിന് ഞങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ ബിഹേവിയർ കൊണ്ടോ സ്വഭാവം കൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിലവിലുണ്ടെങ്കിൽ അള്ളാഹുവെ അതൊക്കെ ആ സ്വഭാവമൊക്കെ ഞങ്ങളിൽ നിന്ന് മാറ്റി തരണേ അല്ല. അള്ളാഹുവെ നല്ല മക്കളാക്കി ഞങ്ങളെ മാറ്റണേ അല്ല. പാരൻസിന് വേണ്ടി ദുആ ചെയ്യുന്നവരൊക്കെ കൈപൊക്കുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. ദുആ മാത്രം പോരാ, ഒരു ഭാഗത്ത് ദുആ ചെയ്യുന്ന അതേ നാവുകൊണ്ട് ഉമ്മാനെ ചീത്ത വിളിക്കാൻ പോകരുത്, അല്ലേ? അതുകൊണ്ട് സെൽഫ് നാവിന്റെ കൺട്രോൾ അതൊക്കെ നോമ്പിൽ പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല മക്കളാക്കി ഞങ്ങളെ വളർത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا أجرنا من النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഞാൻ സലാം പറയാണ്, സലാം മടക്കിയിട്ട് നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഓക്കെ, സലാം മടക്കിയിട്ട് ലീവ് ചെയ്യാം. പക്ഷെ നിങ്ങൾ സലാം മടക്കുമ്പോൾ വേറെ ആൾ സലാം മടക്കാതെ നിങ്ങൾ നോക്കണം. പറ്റുമോ? പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ചാൻസ് തരാം നിങ്ങൾക്ക്. നിങ്ങൾ സലാം മടക്കുമ്പോൾ വേറെ ആരും സലാം മടക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وعليكم السلام ورحمة الله وعليكم وبركاته. السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. عليكم السلام. وعليكم السلام. وعليكم السلام. وعليكم السلام. وعليكم السلام. وعليكم السلام. وعليكم